അൽനാമ മെഡിക്കൽ സെന്റർ ഒമാനിയം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബദറൽ സമ, മാൾസ് ഹൈപ്പർ മാർക്കറ്റ്, ഏഷ്യ എക്സ്പ്രസ് എക്സ്ചേഞ്ച്, ക്യൂൻസ് റെസ്റ്റോറൻറ്റ്, ഒമാൻ ഓറിയന്റ് ട്രാവൽ ആൻഡ് ടൂർസ് ആൻഡ് ഗൾഫ് മാധ്യമം. മാന്യ പ്രേക്ഷകർക്ക് ഒമാനിയത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ബ്രഷും പെയിൻറ്റുമില്ലാതെ ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവാസി മലയാളിയെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഇത് തിരുവനന്തപുരം വാഴിച്ചാൽ ചിറയാനിക്കര സ്വദേശി ഡി അജിത് കുമാർ. ആനുകാലികങ്ങളുടെ പേജുകൾ ഉപയോഗിച്ച് തീർത്ത ഒമാൻ രാജാവിൻ്റെ ചിത്രം വിസ്മയമാകുന്നു. 1 മാസം മുമ്പാണ് അജയ്കുമാർ ഒമാനിലെത്തിയത്. ചില ചെറിയ ചിത്രങ്ങൾ ആദ്യം വരച്ചിരുന്നു. അപ്പോഴാണ് പുതിയ ആശയം മനസ്സിൽ വന്നത്. വായിച്ചു വലിച്ചെറിയുന്ന മാസികകളുടെ താളുകളിലെ വർണ്ണങ്ങളിൽ താൻ കണ്ട ജനപ്രിയ ഭരണാധികാരി സുൽത്താൻ കാബൂസ് ബിൻ സെയ്ദിൻ്റെ ചിത്രമൊരുക്കുവാൻ ആഗ്രഹം നാം വിട്ടത്. മാസികയിലെ വിവിധ വർണ്ണങ്ങളിലുള്ള ഗ്ലോസി പേജുകൾ ചെറുതായി വെട്ടിയെടുത്താണ് രചന. ബ്രഷിനും ചായത്തിനും അതീതമായ ഒരു രചനയാണിത്. ഓയിൽ കളറോ വാട്ടർ കളറോ മറ്റു മീഡിയങ്ങളോ അല്ല ഈ ദൃശ്യത്തെ വൈവിധ്യമാക്കുന്നത്. ആരും അധികം ശ്രദ്ധിക്കാതെ വലിച്ചെറിയുന്ന വേസ്റ്റ് കളർ പേപ്പർ മീഡിയമാക്കിയുള്ള അജയൻ്റെ കലാസൃഷ്ടി ആരെയും അമ്പരപ്പിക്കുന്നതാണ്. പേര് അജയ്കുമാറാണ്. നാട്ടിലെ സ്ഥലം തിരുവനന്തപുരം വാഴിച്ചാൽ ചിറയാനിക്കര, അവിടെയാണ് സ്ഥലം. അപ്പോൾ ഞാനൊരു 8 വർഷം മുമ്പ് ആദ്യമായിട്ട് സൗദിയിൽ പോയി. അപ്പോൾ അതിനു മുമ്പ് ബേസിക്കലി ഒരു ആർട്ടിസ്റ്റാണ്. 3 വർഷം പാറശാല വീനസ് ആർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ഡ്രോയിങ്ങിൻ്റെ. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ബെൽജിയം കമ്പനിയിൽ 12 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് സൗദിയിൽ പോകുന്നത്. അപ്പോൾ ഈ കമ്പനിയിൽ ജോലി ചെയ്തതിന് ശേഷം കലാ ഫീൽഡിൽ നിന്ന് കുറച്ച് മാറി നിൽക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ സൗദിയിൽ പോയിട്ട് വേറൊരു ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ജോലി, അതിനാണ് പോയത്. അപ്പോൾ കുറച്ച് നാൾ കലാജീവിതത്തിനൊന്ന് മാറി നിൽക്കണമെന്ന് വിചാരിച്ചാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് വീണ്ടും അവിടുത്തെ ഒരു ജോലി കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈമിൽ ടൈം പാസില്ല. അങ്ങനെ കുറേ ബോറടിച്ചിട്ട് ലാസ്റ്റിൽ വീണ്ടും ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ വരയ്ക്കാൻ തുടങ്ങി ഞാൻ ആദ്യമായിട്ട് അബ്ദുള്ള രാജാവിൻ്റെ ഒരു പെൻസിൽ ഡ്രോയിങ് വരച്ച് ഞങ്ങളുടെ ഈ ഹോട്ടലിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ അത് കണ്ടവരൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറച്ച് കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഇത് രാജാവിന് സമ്മാനമായിട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങോ ഓയിൽ പെയിൻറ്റിങ്ങോ എല്ലാവരും ചെയ്യുന്നതാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ചിത്രം ഒരിക്കലും രാജാവിൻ്റെ അടുത്ത് കൊണ്ടെത്തിക്കാൻ പറ്റില്ല, സാധിക്കില്ല. എല്ലാവരും ചെയ്യുന്ന ഒരു സാധനം. അങ്ങനെ രാജാവിനെ കാണണമെങ്കിൽ തികച്ചും വ്യത്യസ്തമായ, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു ഇത് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു ആൾ കുറേ ഈ പഴയ മാഗസിൻ കൊണ്ട് കളയാൻ പോകുന്നു. എന്നിട്ട് ഞാൻ അയാളോട് ചോദിച്ചു, ഇത് തരുമെന്ന് ചോദിച്ചു. വെറുതെ പടം നോക്കാനാണ്, അറബിക്കാണ്. അങ്ങനെ അയാളുടെ നിന്ന് ആ സാധനം വാങ്ങിച്ചു, മാഗസിനൊക്കെ വാങ്ങിച്ച് റൂമിൽ കൊണ്ട് നോക്കിയപ്പോൾ ഇവിടത്തേക്കാൾ കൂടുതൽ കളർ പേജുകളുള്ള മാഗസിനകത്ത് ഒരുപാട് കളർ പേജുകളുണ്ട്. അങ്ങനെ ഞാൻ വെറുതെ ഇരുന്ന സമയത്ത് ഈ ഒരു ഷീറ്റിൽ രാജാവിൻ്റെ ചിത്രം സ്കെച്ച് ചെയ്ത് വെച്ചിട്ട് ഈ കളർ പേപ്പറൊക്കെ വെറുതെ ഇങ്ങനെ പറക്കിയൊക്കെ ഒട്ടിച്ച് നോക്കിയപ്പോൾ ഒരു ഷേപ്പൊക്കെ വരുന്നുണ്ട്. നമ്മൾ സാധാരണ കളർ കൊണ്ട് ചെയ്യുന്ന പോലെ ഒരു ചെറിയ ഇത് വരുന്നുണ്ട്. പിന്നെ അതിനെ ഡെവലപ്പ് എടുത്തൊരു 4 മാസം കൊണ്ട് ഒരു 300ഓളം മാഗസിൻ, ഈ കിട്ടിയതും വേറെ കുറേ കളക്ട് ചെയ്ത് 300ഓളം മാഗസിനകത്തിന് ഒരു 4 മാസം കൊണ്ട് ആ ചിത്രം പൂർത്തിയാക്കി വെച്ചു. ചിത്രം എന്ന് വെച്ചാൽ ഈ പേപ്പർ കഷ്ണങ്ങളല്ല, യഥാർത്ഥത്തിൽ അക്ഷരങ്ങൾ കൊണ്ട് ചിത്രം, അതാണ് കൺസെപ്റ്റ്. അക്ഷരങ്ങളാണ് ആ ഫ്രെയിമിനകത്തുള്ള എല്ലാം അക്ഷരങ്ങളോട് കൂടിയ പേജുകളിൽ നിന്ന് അക്ഷരങ്ങൾ കീറിയെടുത്ത്, പ്ലെയിൻ പേപ്പറല്ല, അക്ഷരങ്ങളുള്ള കളർ പേജുകൾ, അക്ഷരങ്ങൾ കൊണ്ട് ചിത്രം. അങ്ങനെയാണ് അത്. അക്ഷരത്തിന് അത്രയും മൂല്യമുണ്ട്, മറ്റെന്തിനേക്കാളും മൂല്യമുള്ള ഒരു ഇതുകൊണ്ട് രാജാവിനെ ചിത്രം ചെയ്തു. അങ്ങനെ ചിത്രം ചെയ്തു. റൂമിൽ വെച്ചപ്പോൾ കുറേ പേരുടെ അഭിപ്രായത്തിൽ ഇങ്ങനെ വേസ്റ്റ് പേപ്പർ കൊണ്ടൊക്കെ രാജാവിന് ചെയ്ത് കഴിഞ്ഞാൽ അത് എടുക്കുമെന്നറിയില്ല. വേസ്റ്റ് പേപ്പർ കൊണ്ട് രാജാവിൻ്റെ മുഖം ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ഞങ്ങൾ പേടിച്ചിട്ട് റൂമിൽ തന്നെ വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു
അയാൾ വന്ന് ഈ ചിത്രം കണ്ട്, ആർട്ടിസ്റ്റാണ്, അയാൾ വന്ന് ചിത്രം കണ്ടതിന് ശേഷം അദ്ദേഹം ഒരു റിപ്പോർട്ടറെ വിളിച്ചു, മലയാളം അവിടുത്തെ റിപ്പോർട്ടർ വന്ന് കണ്ട് അയാൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അടുത്ത ആഴ്ചത്തെ സൺഡേ സപ്ലിമെൻറ്റിൽ വലിയൊരു വാർത്ത ഇതിനെക്കുറിച്ച് വന്നു. പിന്നെ അതിനെ തുടർന്ന് പിന്നെ ഇംഗ്ലീഷ് പത്രങ്ങളും അറബ് പത്രങ്ങളെല്ലാം ഏറ്റെടുത്തു, വലിയ വാർത്തയായി. അവസാനം ഞങ്ങൾക്ക് ഈ രാജാവിൻ്റെ മകനെ കാണിക്കാനൊരു അവസരം കിട്ടി. ഈ ചിത്രം അദ്ദേഹത്തിനെ കൊണ്ട് കാണിച്ചു. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര അത്ഭുതമായിരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ. ഇങ്ങനെയാണ് ഈ പേപ്പർ കഷ്ണങ്ങൾ കൊണ്ട് ഇങ്ങനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. ഞാൻ പറയാതെ അറിയില്ല ഇത് പിന്നെ ഇങ്ങനെയാണ് ചെയ്തതെന്ന്. ഭയങ്കര അത്ഭുതമായി. അദ്ദേഹം വാങ്ങിച്ച് റൂമിൽ വെച്ചു. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് അബ്ദുൽ രാജാവ് ഞങ്ങൾ നിൽക്കുന്ന ദമാം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിസിറ്റിന് വന്നു. എന്നിട്ട് അവിടെ വന്ന സമയത്ത് മകൻ എന്നെ വിളിപ്പിച്ചു. എന്നെ കൊണ്ട് രാജാവിൻ്റെ അടുത്ത് പോയി ചിത്രം നേരിട്ട് സമ്മാനമായിട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റിയ, അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. രാജാവിനെ കാണാൻ അവിടുത്തെ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സാധാരണക്കാരൻ രാജാവിനെ കാണുന്നത്. അങ്ങനെ വലിയ വാർത്ത, അങ്ങനെ പത്രങ്ങളും ടി വി എല്ലാം ഭയങ്കര വാർത്തയായിരുന്നു. അപ്പോൾ അത് ഒരു ഭയങ്കര ഇതായി, ഒരു പ്രചോദനമായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ അനിയൻ ഇവിടെ ഉണ്ട് മസ്കറ്റിൽ. അങ്ങനെ എപ്പോഴെങ്കിലും ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വരാൻ പറ്റുമോ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മസ്കറ്റിൽ വരുമ്പോൾ എന്തായാലും ഇവിടുത്തെ രാജാവിൻ്റെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കാണുന്നത് ഒരു ഭയങ്കര നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അപ്പുറത്തെ ഒരു കാര്യമാണ്. ഈ സൗദി രാജാവിനെ കാണുന്നു, ഈ ഇവിടുത്തെ ഒമാൻ രാജാവിനെ. അങ്ങനെയാണ് ഒമാൻ രാജാവിനെ നാട്ടിൽ വെച്ച് ഏകദേശം പൂർത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഫിനിഷ് ചെയ്തു, എല്ലാം വാങ്ങിച്ച് ഫ്രെയിമൊക്കെ ചെയ്തു. ഒറ്റ നോട്ടത്തിൽ എണ്ണച്ചായമെന്ന് തോന്നിക്കുന്ന ഈ ചിത്രം സൂക്ഷ്മദൃഷ്ടിയിൽ മാത്രമേ കടലാസ് കഷ്ണങ്ങളിൽ തീർത്ത കൊളാഷാണെന്ന് മനസ്സിലാവൂ. 300 അറബിക് മാഗസിനുകൾ ഉപയോഗിച്ച് 9 മാസമെടുത്താണ് ഇത് തയ്യാറെടുത്തത്. ഈ ചിത്രം ഒമാൻ ഭരണാധികാരിക്ക് നേരിട്ട് നൽകണമെന്ന ആഗ്രഹമാണ് അജയന് ഇപ്പോൾ ഉള്ളത്. ആദ്യം ക്യാൻവാസിൽ ഔട്ട്ലൈൻ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ഔട്ട്ലൈൻ ചെയ്യുന്നു, ചിത്രത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇടുന്നു. അത് കഴിഞ്ഞിട്ട് പേപ്പർ ഞാൻ ഇപ്പോൾ കാണിച്ചതുപോലെ ചെറിയ കഷ്ണങ്ങൾ പേപ്പർ അതാത് കളർ, അത് വലിയൊരു പിന്നെ ശ്രമകരമായ ജോലിയാണ്. ഈ ചെറിയ കഷ്ണം ഈ കളർ സെലക്ട് ചെയ്യുക എന്നുള്ളത്. അതായത് ചേരുന്ന കളർ ടോണുകളുണ്ട്, കുറേ ടോണുകൾ. ഒരു കളറിൽ നിന്ന് വേറൊരു കളർ ഉള്ളിട്ട് പോകുമ്പം കാണുമ്പം തിരിച്ചറിയാൻ പാടില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഒരു 8 ടോണുണ്ടാവും. ഒരു കറുപ്പിൽ നിന്ന് വെളുപ്പിലേക്ക് വരുന്നതിനിടയ്ക്ക് ഒരു 4-5 ടോൺ വന്നാലേ ഇത് തമ്മിൽ തിരിച്ചറിയാതിരിക്കും. ഒരു ഒഴുക്കുണ്ടോ, അങ്ങനത്തെ ഒരു ഇതുണ്ടാവും. അപ്പോൾ അതാണ് ജോലി. ആ കളർ ഇപ്പം മൊത്തം പേപ്പർ നിരത്തിയിട്ട് ഇതിന് ഇടയ്ക്ക് എവിടെ കിടക്കുന്നു എന്നറിയില്ല. ഒരു പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാച്ചിങ് കളർ, തൊട്ടടുത്ത മാച്ചിങ് കളർ ഇതിനകത്ത് നിന്ന് തിരഞ്ഞെടുക്കണം. അതിനാണ് സമയം എടുക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും, പിന്നെ കളഞ്ഞിട്ട് പോകും. പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് വെച്ച് പല സമയത്ത് ഇത് ഉപേക്ഷിക്കേണ്ടി വരും, പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ. അത്ര ഒരു ഇതാണ്. I can wait to hold you close by. I can see the world in your hands, see you growing all the way. You are the sun in my eyes, grow all the way. Na 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 na, grow all the way. Na 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 na, your world is in our hands. Na 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 na, your world is in our hands. Care is divine. We promote it with a heart. Badr Al Suma Group of Hospitals. Modern healthcare, human care. Money transfer, direct and third-party transfers to bank accounts. Instant money transfer to your loved ones. Foreign exchange, buying and selling of all major currencies. Fast, Secure, reliable, competitive exchange rates. Best value for your money. fastest growing exchange house in Oman with worldwide network. Asia Express Exchange, your remittance partner. സംസ്കാരങ്ങളുടെ സംഗമം, രുചിഭേദങ്ങളുടെ സമന്വയം. ചൈനീസ്, ഇന്ത്യൻ, ടർക്കിഷ്, അറബിക് വിഭവങ്ങളുടെ വൈവിധ്യസമ്പൂർണമായ കലവറ. 14 വർഷം പിന്നിട്ട പാചക നൈപുണ്യത്തിന്റെ ഇതിഹാസം.
ക്വീൻസ് റെസ്റ്റോറന്റ്, അൽക്വയർ, മസ്കറ്റ്. പോയ വാരത്തിലെ വാർത്തകളും വിശേഷങ്ങളുമായി ദ വീക്ക് ഓഫ് ഒമാൻ. നാൽപ്പത്തിയഞ്ചാമത് ദേശീയ ദിനാഘോഷത്തിന് നാടും നഗരവും ഒരുങ്ങി. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒമാന്റെ പതാകയും ഭരണാധികാരിയുടെ ചിത്രങ്ങളും ഉയർന്നു കഴിഞ്ഞു. പ്രധാന റോഡുകളിൽ അലങ്കാര വിളക്കുകളും ഉയർന്നതോടെ രാജ്യം ആഘോഷപ്പൊലിമയിലേക്ക് നീങ്ങിത്തുടങ്ങി. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏറെ പുതുമകളുള്ള അലങ്കാര വിളക്കുകളാണ് വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഇവ തെളിയാൻ തുടങ്ങിയതോടെ നാടും നഗരവും ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്നു. 45-ാം ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി വാഹനങ്ങളിൽ അലങ്കാര പ്രവർത്തികൾ നടത്തുന്നവർക്ക് റോയൽ ഒമാൻ പോലീസിന്റെ മുന്നറിയിപ്പ്. മുൻഭാഗത്തും ഇരുവശങ്ങളിലുമുള്ള ഗ്ലാസുകളിൽ സ്റ്റിക്കർ പതിക്കുന്നത് പോലീസ് വിലക്കിയിട്ടുണ്ട്. പുറത്തേക്കുള്ള കാഴ്ച നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു തരത്തിലുമുള്ള അലങ്കാരങ്ങൾ പാടില്ലെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെയും അനധികൃത താമസക്കാരെയും പിടികൂടുന്നതിനുള്ള പരിശോധന അധികൃതർ ശക്തമാക്കി. പൊതുമാപ്പ് കാലാവധി കഴിഞ്ഞതിനാലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തലസ്ഥാന നഗരിയിലും സമീപ പ്രദേശങ്ങളിലും പരിശോധന ശക്തമാക്കിയത്. മാനവ വിഭവ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ റോയൽ ഒമാൻ പോലീസാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. പൊതുമാപ്പ് കാലാവധി കഴിഞ്ഞിട്ടും നിയമവിരുദ്ധമായിട്ട് രാജ്യത്ത് താമസിക്കുന്നവരും തൊഴിലെടുക്കുന്നവരും ഉണ്ടാകാനിടയുണ്ടെന്ന കാരണത്താലാണ് പരിശോധന ശക്തിപ്പെടുത്തിയിട്ടുള്ളത്. മസ്കറ്റിൽ വസന്തകാലത്തിന് തുടക്കമായതോടെ വിനോദസഞ്ചാരികളെയും വഹിച്ചുള്ള കപ്പലുകൾ ഒമാനിലെത്തി തുടങ്ങി. ഇനി ഏതാനും മാസം വിദേശ വിനോദസഞ്ചാരികളുടെ പരദേശിയായി ഒമാൻ മാറും. രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന പ്രകൃതി ഭംഗിയും അനുകൂല കാലാവസ്ഥയും നുകരാൻ ആയിരക്കണക്കിന് സഞ്ചാരികളാണ് അടുത്ത ഏതാനും മാസങ്ങളിലായി സുൽത്താനേറ്റിലെത്തുക. നവംബർ മുതലാണ് ഒമാനിൽ വിനോദസഞ്ചാര സീസൺ ആരംഭിക്കുക. ഏപ്രിൽ അവസാനം ചൂട് കനക്കുന്നതുവരെ സീസൺ നീളും. കച്ചവടമാന്ദ്യം നേരിടുന്ന സൂക്കിനും മറ്റ് വ്യാപാര മേഖലകൾക്കും പുതിയ സീസൺ പുത്തനുണർവ് പകരും. പ്രമുഖ ക്രൂയിസ് ലൈനർ കമ്പനിയായ ഐഡയുടെ കപ്പൽ നൂറുകണക്കിന് സഞ്ചാരികളുമായി ഈ ആഴ്ച തന്നെ എത്തുന്നുണ്ടെന്ന് വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറഞ്ഞു. കച്ചവടക്കാർ സഞ്ചാരികൾക്ക് വേണ്ട സാധനങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 180 കപ്പലുകൾ എത്തിയ സ്ഥാനത്ത് ഈ വർഷം 120 എണ്ണം മാത്രമേ എത്താനിടയുള്ളൂവെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒമാനിൽ വിസ റദ്ദാക്കി പോകുന്ന വിദേശികൾക്ക് ഏർപ്പെടുത്തിയ 2 വർഷത്തെ വിസ നിരോധനത്തിൽ ഇളവ്. ഒമാനികളുടെ സമ്പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളിലെ നിയമനത്തിനാണ് ഇളവ് അനുവദിക്കുകയെന്ന് തൊഴിൽ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസർ അൽ ബക്രി അറിയിച്ചു. ഇത്തരം സ്ഥാപനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിയമനത്തിൽ ഇളവ് വരും. ഇതിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. തൊഴിലാളികളടക്കമുള്ള ആവശ്യങ്ങളും സ്ഥാപന വളർച്ചയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതും സംബന്ധിച്ച് പഠനം നടത്തിയ ശേഷമാകും കമ്മിറ്റി തീരുമാനമെടുക്കുകയെന്നും മന്ത്രി അറിയിച്ചു. നിലവിൽ ഒമാനിൽ നിന്ന് തൊഴിൽ വിസ റദ്ദാക്കി പോകുന്നവർക്ക് 2 വർഷത്തെ വിസ നിരോധനമുണ്ട്. പഴയ സ്പോൺസറുടെ അനുമതി പത്രമില്ലാതെ മറ്റൊരു ജോലിക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. 2014 ജൂലൈ മുതലാണ് ഈ നിയമം കർശനമാക്കിയത്. ഇതിനുശേഷം ഇതാദ്യമായാണ് ഇങ്ങനെ ഇളവ് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ പ്രവാസി പങ്കാളിത്തമുള്ള LLC, മറ്റു സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നിരോധനം തുടരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. മസ്കറ്റിലെ മലയാളി കൂട്ടായ്മയായ ആപ്സ് വാർഷികവും കേരളപ്പിറവി ആഘോഷവും സംഘടിപ്പിച്ചു. ഇന്ത്യൻ അംബാസഡർ ഇന്ദ്രമണി പാണ്ഡെ ഉദ്ഘാടനം ചെയ്തു. മലയാളം സർവകലാശാല വൈസ് ചാൻസലറും മുൻ കേരള ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാർ IAS മുഖ്യാതിഥിയായിരുന്നു. ഗോബ്ര ഇന്ത്യൻ സ്കൂൾ വിഭാഗം മേധാവി ഡോക്ടർ ജിതേഷ് കുമാർ, ദാർസെറ്റ് ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീദേവി പി താഷ്നാഥ്, സാബു വർഗീസ്, രാജീവ് കെ നായർ, ദേവി പ്രസാദ് എന്നിവർ സംസാരിച്ചു. ജയകുമാറിൻ്റെ ഗാനങ്ങൾ കോർത്തിണക്കിയുള്ള ഗാനമേള, കുട്ടികളുടെ നൃത്തപരിപാടി, പ്രവാസ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയൊരുക്കിയ മണൽക്കാറ്റെന്ന ദൃശ്യാവിഷ്കാരവും പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിച്ചു. തിങ്കളിൻ പവനഴകേ ഇബ്രയിലെ പ്രവാസി മലയാളികളുടെ സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മയായ പ്രവാസി ഇബ്ര സംഘടിപ്പിച്ച ഈദ് ഓണം കലാ സാംസ്കാരിക വിരുന്ന്
ദേശഭാഷാ വ്യത്യാസമില്ലാതെ ഇബ്രയിലെ മുഴുവൻ പ്രവാസികളുടെയും പങ്കാളിത്തം കൊണ്ട് അവിസ്മരണീയമായി. ഇബ്ര അൽ ഇത്തിഫാഖ് ക്ലബ് ഓപ്പൺ എയർ സ്റ്റേജിൽ നടന്ന പരിപാടി മുഖ്യാതിഥി ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി പുനീത് ശർമ്മ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ഇന്ത്യൻ സമൂഹത്തിനു വേണ്ടി എംബസിയുടെ വാതിലുകൾ എന്നും തുറന്നിട്ടിരിക്കുമെന്നും ഒമാൻ ഗവൺമെന്റുമായി സഹകരിച്ചുകൊണ്ട് പ്രവാസികളുടെ ക്ഷേമത്തിനായി പരമാവധി യത്നിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വെൽഫെയർ വിഭാഗം പ്രതിനിധി KH അബ്ദുൾ റഹീം പ്രവാസി ഇബ്ര നടത്തുന്ന ശ്രമങ്ങളെ ശ്ലാഘീകരിച്ചു. അസിസ്റ്റന്റ് വാലി ഖലീഫ ബിൻ സാലിം ബിൻ സാലിം അൽ ബുസൈദി, ഇന്ത്യൻ എംബസി ഷർക്കിയ മേഖലയിലെ കോൺസുലർ പ്രതിനിധി MAK ഷാജഹാൻ എന്നിവർ പരിപാടികൾക്ക് ആശംസയർപ്പിച്ചു. സോഹാർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ ഈ വർഷത്തെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളും ഓർത്തഡോക്സ് സഭയുടെ പരമാധീശൻ മോറന്മാർ ബസോലിയസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാവയുടെ ശ്ലേഹിക സന്ദർശനവും സമാപിച്ചു. സോഹാറിലെത്തിയ പരിശുദ്ധ കത്തോലിക്ക ബാവ ആത്മീയ സംഘടനകളുമായി കൂടിക്കാഴ്ച നടത്തി. ഒമാൻ ബൈബിളിൽ പ്രതിപാദിക്കുന്ന പ്രദേശം ആണെന്ന് ബാവ ചൂണ്ടിക്കാട്ടി. തുടർന്ന് പരിശുദ്ധ കത്തോലിക്ക ബാവയ്ക്ക് സെന്റ് ജോർജ് ഇടവക പരമ്പരാഗത രീതിയിൽ വമ്പിച്ച സ്വീകരണം നൽകി. പരിശുദ്ധ ബാവയുടെ നേതൃത്വത്തിൽ നടന്ന സന്ധ്യാ നമസ്കാരത്തിലും ഭക്തിനിർഭരമായ റാസയിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ഇടവകയുടെ ഈ വർഷത്തെ ജീവകാരുണ്യ സഹായ സംരംഭമായ കനിവ് ഭവന നിർമ്മാണ പദ്ധതിയുടെ ആദ്യ തുക കൈമാറി. ചടങ്ങിൽ സോഹാർ വിലായത്ത് ഷൂറ കൗൺസിൽ അംഗം ഹിലാൽ നാസർ അബ്ദുള്ള അൽ സദറാനി, സോഹാർ ഷെയ്ഖ് ഖലീദ് അൽ അൻസാരി എന്നിവർ അതിഥികളായെത്തി. മനോജ് കുമാർ, ടോണി അലക്സാണ്ടർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ഓർത്തഡോക്സ് ഇടവക പരിശുദ്ധ പരിമല തിരുമേനിയുടെ 113ാമത്തെ ഓർമ്മ പെരുന്നാൾ സമുചിതമായി ആചരിക്കുന്നതിൽ എനിക്കും പങ്കെടുക്കുവാനുള്ള അവസരമുണ്ടായത് ഏറ്റവും സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. പരിശുദ്ധ പരിമല തിരുമേനി ഇന്ന് ഒരു അഖില ലോക തലത്തിൽ അറിയപ്പെടുന്ന മഹാപരിശുദ്ധനാണ്. മുളന്തുരുത്തിയിൽ ചാത്തുരുത്തി കുടുംബത്തിൽ ജനിച്ച് സാധാരണ ഒരു പൈതൽ വളർന്ന് ബാലനായി കൗമാരത്തിലേക്ക് പ്രവേശിച്ച് യൗവനത്തിലേക്ക് പ്രവേശിച്ച് ആചാര്യത്വ പദവി സ്വീകരിച്ച് മേൽപ്പെട്ട സ്ഥാനം സ്വീകരിച്ച് ഒരു വിധത്തിൽ പറഞ്ഞാൽ 52 വയസ്സ് പ്രായമാകുമ്പോഴേക്കും ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. ബാല്യകാലം മുതൽക്ക് തന്നെ ആധ്യാത്മികമായ പ്രാഭവത്തിൽ അദ്ദേഹം വളർന്നിരുന്നു. ലോക ശക്തിയെ അതിജീവിക്കാൻ ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സാധ്യമാകുന്ന ഒരു ജീവിതശൈലി എന്ന് പറയുന്നത് ആധ്യാത്മികതയാണ്. ആധ്യാത്മിക ജീവിതം കൊണ്ട് അമൂല്യമായ സിദ്ധികൾ മനുഷ്യന് ലഭിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. മസ്കറ്റ് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ആഭിമുഖ്യത്തിൽ മന്ന മെഗാഫെസ്റ്റ് സംഘടിപ്പിച്ചു. മസ്കറ്റ് PCO ഗ്രൗണ്ടിൽ നടന്ന പരിപാടി ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ചെയർമാൻ സതീഷ് നമ്പ്യാർ, ഡോക്ടർ ജോൺ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. സുപ്രസിദ്ധ സിനിമാ താരം ബിഞ്ചു ബാബു മുഖ്യാതിഥിയായിരുന്നു. ഇതിനോടനുബന്ധിച്ച് സ്വരലയ 2015 എന്ന കൾച്ചറൽ പ്രോഗ്രാമും ഫുഡ് ഫെസ്റ്റിവലും നടന്നു. ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി അമ്മ വീട് എന്ന ഭവന നിർമ്മാണ പദ്ധതിക്ക് വേണ്ടിയുള്ള ധനസമാഹരണത്തിനായാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് ഇടവക വികാരി ഫാദർ ജോർജ് എൽവിള പറഞ്ഞു. മസ്കറ്റ് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മന്ന മെഗാ ഫെസ്റ്റ് ഒരു ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് വിജയകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രോജക്റ്റ് ഈ വർഷം ഞങ്ങൾ നടത്തുന്നത് സാധുവായ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ഭവനം നിർമ്മിച്ച് താക്കോല് കൈമാറുക എന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഇപ്രാവശ്യം ഞങ്ങൾ ഈ മന്ന മെഗാ ഫെസ്റ്റിന്റെ സാമ്പത്തികം കണ്ടെത്താൻ വേണ്ടിയുള്ളതായ പ്രോഗ്രാമാണിത്. ഇപ്പോൾ ഈ ഫുഡ് ഫെസ്റ്റിവലിലൂടെ വലിയൊരു ഉത്സവ പ്രതീതി ഇവിടെ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് നേട്ടവും ലഭിക്കുക. അത് ഒരു ചാരിറ്റി പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രോഗ്രാം ഞങ്ങൾ ഇത്ര നേരം എൻജോയ് ചെയ്തു. ഇനി ഇവിടെ ഫുഡ് അതൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതെ, നാട്ടിലുള്ള തട്ടുകടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യട്ടെ, എങ്ങനെയുണ്ടെന്ന് തട്ടുകടയിൽ പോയി ട്രൈ ചെയ്യാൻ തോന്നുന്നുണ്ട്. നാട്ടിലെ ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഇവിടുത്തെ സ്റ്റോൾസും പ്രോഗ്രാംസും ഒക്കെ കാണുമ്പോൾ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ്. ശരിയാ, നാട്ടിലൊരു ഉത്സവപ്പറമ്പിൽ പോയ പോലെയാണ് തോന്നുന്നത്. പിന്നെ അപ്പോൾ ഞങ്ങളൊന്ന് കഴിക്കാന്ന് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്.
യാത്രാ സേവന രംഗത്ത് ഒരു പുത്തൻ ചുവടുവെപ്പുമായി ഒമാൻ ഓറിയന്റ് ട്രാവൽ ആൻഡ് ടൂർസ്. ലോകത്തെവിടേക്കുമുള്ള വിവിധ ടൂറിസം പാക്കേജുകൾക്കായി 24 മണിക്കൂറും സേവനം. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഒമാൻ സന്ദർശനത്തിനുള്ള പ്രത്യേക പാക്കേജ്. മസ്കറ്റിൽ മികച്ച സേവന പാരമ്പര്യവുമായി ഒമാൻ ഓറിയന്റ് ട്രാവൽ ആൻഡ് ടൂർസ്, CBD ഏരിയ, റുവി, സുൽത്താനേറ്റ് ഓഫ് ഒമാൻ. ഒമാൻ ഓറിയന്റ് ട്രാവൽസ് സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ അതിൻ്റെ ഒരു നൂതന കാൽവെപ്പായിട്ട് skyoman.com എന്ന ഒരു വെബ്സൈറ്റ്, ഓൺലൈൻ ടിക്കറ്റിംഗ് പോർട്ടൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. അതിൽ വളരെ സ്പെഷ്യൽ റേറ്റിൽ ആൾക്കാർക്ക് ടിക്കറ്റ് ഓൺലൈനായി പോയി പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. 4 ഈസി സ്റ്റെപ്സിൽ പോയി ടിക്കറ്റ് സെർച്ച് ചെയ്ത് അവനവൻ്റെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്ത് പേയ്മെൻറ്റ് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് വഴി അടച്ച് അപ്പോൾ തന്നെ അവരുടെ വീട്ടിലിരുന്നോ ഓഫീസിലിരുന്നോ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനുള്ളൊരു അവസരം ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ഇതിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോവസ്റ്റ് ഫെയറിൽ സർവീസ് ചാർജ് ഇല്ലാതെ ടിക്കറ്റ് കളക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഓഫ് സീസണിലെയോ പീക്ക് സീസണിലെയോ ഏത് ടിക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് 9 എയർലൈൻ്റെ ഓപ്ഷൻ അറ്റ് എ ടൈം കിട്ടും. അതിൽ നിന്ന് ലോവസ്റ്റ് ഫെയർ സെലക്ട് ചെയ്തിട്ട് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർക്ക് പേ അറ്റ് ഓഫീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് അതേ ബുക്കിങ്ങിൽ നെക്സ്റ്റ് ഡേ വന്ന് ടിക്കറ്റ് കളക്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു അവസരമുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും skyoman.com സന്ദർശിക്കുവാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. Freshness all around, there's a whole lot of love, smiling faces, there's a whole lot of joy. Feel the difference, magic in the air. Feel the difference, children having fun. Moments are beautiful. Mars Hypermarkets and Shopping Center, south of Oman. Feel the difference. കൊച്ചു കൊച്ചു കുസൃതികൾ. അവൻ അടുത്തുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അവൻ മാത്രമല്ല, കുടുംബത്തിൽ എല്ലാവരും ചേരുമ്പോൾ നിമിഷങ്ങൾ ഓരോന്നും ആഘോഷമാണ്. എന്തിനും ഏതിനും എനിക്കെന്റെ കുടുംബമുണ്ട്. മാധ്യമം കുടുംബം കൂടെയുണ്ട്. നമസ്കാരം. മാർസ് ഹൈപ്പർ മാർക്കറ്റ് ചാറ്റ് ആൻഡ് വിന്നിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മാർസ് ഹൈപ്പർ മാർക്കറ്റ് ചാറ്റ് ആൻഡ് വിന്നിൽ ഞാനൊരു നല്ല ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഫാമിലി അല്ലെങ്കിൽ കുറച്ച് ആളുകളെയൊക്കെ പരിചയപ്പെടാം. ആരൊക്കെയാണ് ഗെയിമിൽ വിൻ ചെയ്യുന്നത് എന്ന് നോക്കാം. കൂട്ടത്തിൽ നമ്മുടെ മാർസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ പുതിയ ഓഫേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ പുതിയ വിശേഷങ്ങളാണ് മാർസിൽ ഉള്ളത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം മാർസ് ഹൈപ്പർ മാർക്കറ്റ് ചാറ്റ് ആൻഡ് വിൻ. Mars Hypermarket Barka, Oman. ഹായ്, പേരെന്താണ്? ഷെറിൻ. ബിറ്റോ. ജുവാൻ. ജോത്തം. മോൻ്റെ പേരെന്താ? ജെറമിയ. ജെറമിയ. നാട്ടിലെവിടെ സ്ഥലം? തിരുവല്ല. ഇവിടെ മസ്കറ്റിൽ എത്ര 9 വർഷമായി. വർക്ക് ചെയ്യുന്നത് എവിടെ? അമ്രാൻ എസ്റ്റാബ്ലിഷ്മെന്റ്. വർക്ക് ചെയ്യുന്നത് ഹൗസ് വൈഫ്? ഞാൻ ROP ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4I. മോൻ ഏത് ഇതിലാണ് പഠിക്കുന്നത്? KG1D. ഏത് സ്കൂളിന്റെ പേരെന്താ? KG1D സ്കൂൾ. വെരി ഗുഡ്. എന്താണ് മാർസിനെ കുറിച്ച് പറയാനുള്ളത്? മാർസിൽ നല്ല പ്രോഡക്ട്സ് ആണ്, നല്ല പ്രൈസസ് ആണ്. മീൻസ് പിന്നെ ഒത്തിരി ഓഫേഴ്സ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഐറ്റംസ്. കുഴപ്പമില്ല. കമ്പയറിംഗ് ടു മൈ അതർ ഷോപ്സ് ഇറ്റ് ഈസ് ഗുഡ്. ആരാണ് ഇന്ന് ഗെയിമിൽ പങ്കെടുക്കുന്നത്? അല്ലേ? ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഗെയിം അറിയാലോ അല്ലേ? ഓക്കെ, സ്റ്റാർട്ട്. താഴെ വീണു. നോ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗെയിമിൽ പങ്കെടുത്തതിന് താങ്ക് യു സോ മച്ച്.
അപ്പോൾ ഒരിക്കൽ കൂടെ ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം മാർസ് ഹൈപ്പർ മാർക്കറ്റ് ചാറ്റ് ആൻഡ് വിൻ. ഹായ്, പേരെന്താണ്? ബൈജേഷ്. അഞ്ചു. നാട്ടിലെവിടെയാണ് സ്ഥലം? കോഴിക്കോട് വടകര. ഇവിടെ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ചിഞ്ചിരം റെസ്റ്റോറൻറ്റ്. വർക്ക് ചെയ്യണോ? ഹൗസ് വൈഫാണ്? ഹൗസ് വൈഫാണ്. ആദിൽ ബൈജേഷ്. എന്താണ് മാർസിനെ കുറിച്ചിട്ടുള്ള ഒരു ഒപ്പീനിയൻ? നല്ലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അപ്പം നമ്മളുടെ ചാറ്റ് ആൻഡ് വിൻ്റെ ഗെയിം എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? ആരാണ് ട്രൈ ചെയ്യുന്നത്? താഴെ വീഴാൽ ഗെയിമിൽ നിന്ന് ഔട്ടാവും. ഇനി 2 എണ്ണമാണ്. വീണു, ഔട്ടായിരിക്കുകയാണ്. നോ പ്രോബ്ലം. എന്തായിരുന്നു എക്സ്പീരിയൻസ്? വെരി നൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ പ്രോഗ്രാം കാണണം. പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ഒത്തിരി താങ്ക്സ്. Mars Hypermarket Barka, Oman. ഹായ്, പേരെന്താണ്? ആകാശ് ജയ്. ഷീബ. എവിടെ വർക്ക് ചെയ്യുന്നത്? സൗത്ത് ഭവൻ. നാട്ടിലെവിടെയാണ് സ്ഥലം? ട്രിവാൻഡ്രം. ഏത് ക്ലാസ്സിലാണ്, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഇന്ത്യൻ സ്കൂൾ എല്ലോദി അൽ കബീർ 4HL. മാർസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഡ്രസ്സൊക്കെ മാർസിനാണോ എടുക്കുന്നത്? എന്താണ് മാർസിന് എടുക്കാറുണ്ട്? മാർസിന് സാധനങ്ങൾ മിക്കവാറും മേടിക്കുന്ന മാസം തന്നെയാണ്, കാരണം ഞങ്ങൾക്കിവിടെ അടുത്താണ്, അതുകൊണ്ട് വന്നെടുക്കാറുണ്ട്. അപ്പം ഗെയിമൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാറുണ്ടോ എപ്പോഴെങ്കിലുമൊക്കെ? ഫ്രണ്ട്സൊക്കെ കൂടി ഗെയിമൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാറുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പം വിൻ ചെയ്യും ഉറപ്പായിട്ടല്ലേ? ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സ്റ്റാർട്ട്. 1 മിനിറ്റാണ് ടൈം. പയ്യെ ചെയ്താൽ മതി. ടൈം കഴിഞ്ഞിരിക്കുകയാണ്. 1 മിനിറ്റ് ടൈം കഴിഞ്ഞു. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. ഇതുവരെ ഒന്നും താഴെ ഇടാതെ ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അപ്പം ഇന്ന് നമ്മളുടെ ഗെയിമിൽ വിൻ ചെയ്തിരിക്കുന്നത് ആകാശ് അജയ് ആണ്. അജയിന് ഗിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് വാദി കബീർ ബ്രാഞ്ച് മാനേജർ മിസ്റ്റർ ഷംഷീർ. കൺഗ്രാറ്റുലേഷൻസ് ആകാശ്. Mars Hypermarket Barka, Oman. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മളുടെ ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ടീം ഇപ്പം ഈ ഗെയിമിൽ വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പം അടുത്ത ആഴ്ച മാർസിൻ്റെ പുതിയ വിശേഷങ്ങളും പുതിയ ഗെയിമോ അല്ലെങ്കിൽ നല്ലൊരു ക്വസ്റ്റ്യനോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ കാത്തിരിക്കുക. ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: JK Films and Music, near Almaha Petrol Station, Wadi Kabir. Telephone 248-1200. എല്ലാവർക്കും ഒമാൻ്റെ ദേശീയ ദിനാശംസകൾ നേർന്നുകൊണ്ട് അടുത്ത ആഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.